എക്കാലത്തെയും ഉയർന്ന വാർഷിക വിൽപ്പന സ്വന്തമാക്കി ഹ്യുണ്ടായി ക്രെറ്റ. സെഗ്മെന്റിൽ കടുത്ത മത്സരം നേരിട്ടുകൊണ്ടാണ് ഈ നേട്ടം ഹ്യുണ്ടായി കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ക്രെറ്റയുടെ 1,86,919 യൂണിറ്റുകളാണ് ഹ്യുണ്ടായി വിറ്റഴിച്ചത്. ഇന്ത്യയിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഒരു മിഡ് സൈസ് SUV നേടുന്ന ഏറ്റവും വലിയ വിൽപ്പനയാണിത്. 2023-ലും മിഡ് സൈസ് SUV സെഗ്മെന്റിലെ വിൽപ്പനയിൽ ക്രെറ്റ തന്നെയായിരുന്നു മുന്നിലുള്ളത്. 1,57,311 യൂണിറ്റുകളാണ് വർഷം വിറ്റഴിച്ചത്. അതേ വർഷം അടുത്തടുത്ത വർഷങ്ങളിൽ വാഹനത്തിന്റെ വിൽപ്പനയിൽ 18.8% വളർച്ചയുണ്ടായി. മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, കിയ സെൽറ്റോസ്, ടൊയോട്ട അർബൻ ക്രൂയിസർ ഹൈറൈഡർ, ഹോണ്ട എലിവേറ്റ്, സ്കോഡ കുഷാക്, ഫോക്സ്വാഗൺ ടൈഗൂൺ, MG ആസ്റ്റർ എന്നീ എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ടാണ് ക്രെറ്റ ഈ നേട്ടം സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ വാഹനത്തിന് നൽകിയ അപ്ഡേഷനും പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തി മാർച്ചിലെത്തിയ എൻലൈൻ മോഡലും ക്രെറ്റയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം. 2023-ൽ വാഹനത്തിന്റെ പ്രതിമാസ വിൽപ്പന 13,109 യൂണിറ്റ് ആയിരുന്നു. എന്നാൽ ഇത് 2024-ൽ 15,576 ഉയരുകയാണ് ചെയ്തത്. ഒരു കലണ്ടർ വർഷത്തിൽ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന വിൽപ്പനയും ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് തന്നെയാണ് 2024-ൽ സ്വന്തമാക്കിയത്. ആഭ്യന്തര വിൽപ്പനയും കയറ്റുമതിയും ഉൾപ്പെടെ 7,64,119 യൂണിറ്റുകളുടെ വിൽപ്പനയാണ് നടന്നത്. ആഭ്യന്തര വിപണിയിൽ മാത്രം 6,05,433 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. 2015-ലാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 2024 ജനുവരിയിൽ വാഹനത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പും ഇന്ത്യൻ വിപണിയിൽ എത്തിയിരുന്നു. ഹ്യുണ്ടായിയുടെ ആഗോള ഡിസൈൻ ലാംഗ്വേജായ സെൻഷ്യസ് സ്പോർട്ട്നെസ് അനുസരിച്ചാണ് പുതിയ ക്രെറ്റ ഒരുക്കിയത്. അതിനാൽ തന്നെ ഹ്യുണ്ടായിയുടെ ഇന്റർനാഷണൽ മോഡലുകളുമായി ചേർന്ന് നിൽക്കുന്ന രൂപമാണ് ഈ വാഹനത്തിനുള്ളത്. ഫീച്ചറുകൾ കൊണ്ട് നിറഞ്ഞ ക്രെറ്റയിൽ 70 കണക്റ്റഡ് ഫീച്ചറുകൾ നൽകിക്കൊണ്ടാണ് ഹ്യുണ്ടായി സാങ്കേതിക തികവ് തെളിയിച്ചിരിക്കുന്നത്. അഡാസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഈ വാഹനത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവയ്ക്കുന്നു. ഫീച്ചറുകളിലും ലുക്കിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മെക്കാനിക്കലി മുൻ മോഡലുകളുടെ പിന്മുറക്കാരനാണ് പുതിയ പതിപ്പ്. 115 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 160 bhp പവറുള്ള 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 115 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എന്നിവയാണ് വാഹനത്തിന് കരുത്തേകുന്നത്. 6 സ്പീഡ് മാനുവൽ, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷനുകൾ.